ഹേ എവ്രി വൺ, ഇന്ന് ഓണം ദിവസമാണ്. ഹാപ്പി ഓണം ആദ്യമേ പറയുന്നു. ഇന്ന് ഓണം ദിവസത്തെ വ്ളോഗാണ്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം പള്ളിയിൽ പോയിട്ട് വന്നു, നന്നായിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പം എന്നിട്ട് നമ്മളിപ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ അത്തപ്പൂ ഞാൻ കാണിച്ചു തരാം. ഈ അത്തപ്പൂ ഇട്ട വിഷ്വൽസ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം, അപ്പം നിങ്ങളത് പോയി കണ്ടിട്ട് വരൂ. നമ്മൾ അത്തപ്പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പപ്പ എനിക്കിപ്പോഴാണ് പൂ വാങ്ങിക്കൊണ്ട് വന്നത്. ഇപ്പം 7:45. അപ്പം നമുക്ക് പൂ പിക്കാൻ പോവുകയാണ്. പൂവായിട്ട് മഞ്ഞ ജമന്തി, ഓറഞ്ച് ജമന്തി, ഓറഞ്ച് ജമന്തി കാണുന്നില്ല, ഓറഞ്ച് ജമന്തി, പിന്നെ റോസും, പിന്നെ ഈ ജമന്തി, ഇതെന്തോ ഹാര ജമന്തിയോ അങ്ങനെ എന്താണ് പറയണത്. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. ഇനി അടിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് തന്നെ തോന്നുന്നു. അപ്പം നമുക്കത് ഇറക്കാം, അല്ല പിക്കാം. അപ്പോൾ പൂ ഇറുത്തോണ്ടിരിക്കുകയാണ്. പപ്പ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഞ്ഞ ജമന്തി ആദ്യം ഇറുത്ത് സെറ്റാക്കി. ലാസ്റ്റ് നമുക്ക് റോസ് ഉണ്ടായിരുന്നു, അതും ഇപ്പം ഇറുത്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ പൂ ഇറുക്കൽ ഓൾമോസ്റ്റ് കഴിയാറായി. ബാക്കി നമുക്ക് ഡിസൈൻ വരയ്ക്കണം, അതിലിടണം. അപ്പം ഞാനാണ് വരയ്ക്കാൻ പോകുന്നത്. എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കാം. നമ്മുടെ ഇത് ഔട്ട്ലൈൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇടുമ്പോൾ കാണാം. ഫൈനലി നമ്മൾ അത്ത വിട്ടു. എങ്ങനെയോ നമ്മളൊരു ഇവിടെ കൊടുക്കാം. ഈ സിമ്പിൾ ഡിസൈനാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ പൂ കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഡിസൈൻ മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വേറൊരു ഡിസൈനിലാണ് ഇരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും വലിയൊരു അത്തപ്പൂവൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര സന്തോഷം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മട്ടൻ കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം കുക്കിംഗ് നടക്കുകയാണ്. ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിയലും പച്ചടിക്കുള്ള അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടയേർഡായിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി, സദ്യയുടെ പരിപാടി. ഇപ്പം എല്ലാം പാത്രങ്ങളിലാക്കി, പാത്രം ബാക്കി വന്നതൊക്കെ കഴുകി ഒതുക്കി ഇനി ഫ്രഷായി ഫുഡ് കഴിക്കണം. അതാണ് നെക്സ്റ്റ്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് ലേറ്റായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ. ഇനി അത് ഇലയിൽ വിളമ്പി വയ്ക്കുമ്പം മുഴുവനായിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഫ്രഷായി കുളിച്ചു, ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ കറികളായിട്ട് നമുക്ക് പുളിശ്ശേരി, രസം, പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ സദ്യക്ക്, അതെനിക്ക് മസ്റ്റാണ്. പിന്നെ പ്രഥമനുണ്ടായിരുന്നു, പരിപ്പ് പ്രഥമൻ, പിന്നെ ബാക്കി കറികൾ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ ഒരു ഇലയുടെ അവസ്ഥ. അങ്ങനെ സദ്യ കഴിച്ചു, അടിപൊളി. ഇത് വൈകുന്നേരത്തെ അത്തപ്പൂവിൻ്റെ അവസ്ഥയാണ്, വാടിപ്പോയി. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. സദ്യ കഴിച്ചാൽ പിന്നെ ഉറക്കം നിർബന്ധമാണല്ലോ. അങ്ങനെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റു. അങ്ങനെ ഓൾമോസ്റ്റ് ഓണം കഴിയാറായി. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം,
കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.